നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് ഈ ഫയൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ. അതിനുശേഷം വീഡിയോ തുറന്ന് കാണൂ. എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫയൽ പൂച്ചക്കുട്ടിയുടെ ഫയലാണെങ്കിൽ ആദ്യത്തെ റീഡിങ് അത്തരം വ്യക്തികളെക്കുറിച്ചാണ്. അത് തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി മനസ്സിലുള്ളത് തുറന്ന് പറയാൻ മടിക്കുകയും നാണിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും നിങ്ങൾക്ക് പിറകിലൂടെ സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയാനോ ഒന്നും പലപ്പോഴും ആ വ്യക്തി ശ്രമിക്കാറില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ്. അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു വലിയ തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കാനോ വലിയ കാര്യത്തെക്കുറിച്ച് പറയാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തത്വചിന്തയെക്കുറിച്ചോ ഒരു സിദ്ധാന്തത്തെക്കുറിച്ചോ ഒരു ആദർശത്തെക്കുറിച്ചോ ഒന്നും ഒരു വാക്കും ഇല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിലെല്ലാം നിങ്ങളാണ്. പുറത്തുപോയി എന്തെങ്കിലും ചെയ്യണമെന്നോ പുറത്തുപോയി ഔദ്യോഗികമായ തലങ്ങളിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ എന്നുള്ള ഒരാഗ്രഹവും ആ വ്യക്തിക്കില്ല. ആ വ്യക്തിയുടെ ലോകം നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹക്കുറവോ മറ്റോ ഉണ്ടായാൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയില്ല. ആ വ്യക്തി അത് സഹിക്കുകയുമില്ല. ആ വ്യക്തിക്ക് വലിയ നിരാശയാവും. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയെ അവഗണിക്കുകയോ ആ വ്യക്തിയെ ഉൾക്കൊള്ളാത്ത രീതിയിൽ സംസാരിക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ ആ വ്യക്തിയെ അവഹേളിക്കുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും നിങ്ങളുണ്ടാകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സ്വരസിദ്ധമായൊരു മടി ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സ്വന്തം കരിയർ നോക്കുന്നതിനോ സ്വന്തം ജീവിതത്തിൻ്റെ വിജയം നോക്കുന്നതിനോ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഉള്ളതിൽ വെച്ച് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ദൂരേക്ക് പോയി കിട്ടേണ്ട ഗുണങ്ങളോ നന്മകളോ ഒന്നും നേടാനും തയ്യാറല്ല. കേവലം സ്നേഹം മാത്രമായി നടക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യുവാനോ അതിൽ വിജയിക്കാനോ ആ വ്യക്തി ശ്രമിക്കുകയോ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. എല്ലാം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സ്വഭാവവും ആ വ്യക്തിക്കുണ്ട്. നിങ്ങളാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ തലയിൽ ചാരി വെച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചു കൊണ്ട് മാത്രം നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടും ആ വ്യക്തിക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആത്മാർത്ഥമായ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ലോകം മുഴുവനും നിങ്ങളാകുന്നു. നിങ്ങളിൽ നിന്ന് എപ്പോഴും സ്നേഹം കിട്ടാനും പരിലാളന കിട്ടാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാനും കഴിയും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയലായി ഈ പച്ചവണ്ട് ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആർക്കും പിടികിട്ടാത്തൊരു സ്വഭാവത്തിനുടമയാണ് നിങ്ങളുടെ വ്യക്തി. ഇത്രയും ഏറെ സ്നേഹിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് പോലും ആ വ്യക്തിയുടെ യഥാർത്ഥ ചിന്തയോ യഥാർത്ഥ നിലപാടോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും കൃത്യമായ നിലപാട് സ്വീകരിക്കുകയോ കൃത്യമായ നിലപാട് പുറത്തു പറയുകയോ ചെയ്യുന്ന സ്വഭാവക്കാരിയോ അല്ല നിങ്ങളുടെ വ്യക്തി. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളടക്കമുള്ളവർ ആദ്യം വിചാരിച്ചിരുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു മനുഷ്യത്വമില്ലാത്ത വ്യക്തിയാണ്, ഒന്നിനോടും ഒരു മൃദു സമീപനമില്ലാത്ത വ്യക്തിയായിരുന്നു, ഗൗരവം നിറഞ്ഞ ഒരു ജീവിതഗതിയാണ് ആ വ്യക്തിക്കുണ്ടായിരുന്നത്, ഒന്നിനെയും വില വെക്കുകയോ ഒന്നിലും അടിമപ്പെടുകയോ ചെയ്യില്ല എന്നൊക്കെയാണ് നിങ്ങളും മറ്റുള്ളവരൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചത്. പക്ഷേ ഹൃദയമായി നിങ്ങൾ ആ വ്യക്തിയോട് കുറേ അടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ വ്യക്തി സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നും പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണെന്നും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ മറ്റുള്ളവരുമായി തൻ്റെ നിലപാടുകളും തൻ്റെ തത്വങ്ങളും തൻ്റെ ആദർശങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആശയവിനിമയം ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് വെറുപ്പാണ്, അതിനുള്ള ക്ഷമയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയെ ഇതുവരെ ആരും മനസ്സിലാക്കാതെ പോയത്. യഥാർത്ഥത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞു നൽകിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് എന്നത് പറയാം. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് ആ വ്യക്തിയെയും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കങ്ങനെ സ്നേഹിക്കാനുള്ള അവസരം കിട്ടിയത് ആ വ്യക്തി പുറമേ മനുഷ്യരോട് മറ്റാരെങ്കിലോട് തുറന്ന് ഒരു കാര്യവും പറയാത്തത് കൊണ്ടാണ്.
അല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ആ വ്യക്തിയുടെ പ്രത്യേക സ്വഭാവം തന്നെയാണ്. അധികം ആരുടെ മുമ്പിലും മനസ്സ് തുറക്കാത്ത, അധികം ആരും ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാതെ പോയത് തന്നെയാണ് നിങ്ങളിലേക്ക് ആ വ്യക്തിയെ അടുപ്പിച്ചതും നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുത്തതും. മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിങ്ങൽ ആ വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. ആരോടും ഒരു പരിഭവവും ആരോടും ഒരു സങ്കടവും പറയാതെ ജീവിച്ചു പോകുമ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ ഒരു വിങ്ങൽ എപ്പോഴും ആ വ്യക്തി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത്ര ഒരു വിങ്ങൽ ആ വ്യക്തിക്കുണ്ടായത്? എന്താണ് ആ വ്യക്തിയുടെ മനസ്സിലെ വേദന? അത് അറിഞ്ഞത് നിങ്ങൾ മാത്രമാണ്. ആ വേദന അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധം ദൃഢമായത്. നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നും നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ശൂന്യത മാത്രമാണ്. അതായത് ഒന്നുമില്ല പരസ്പരം ഇനി മനസ്സിലാക്കാൻ. ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളെ പലപ്പോഴും കണ്ണീരണിയിച്ചിട്ടുണ്ട്. ആരും സ്നേഹിക്കാത്ത, ആർക്കും ഒരുപക്ഷെ സ്നേഹിക്കാൻ തോന്നാത്ത, ആർക്കും ഒരുപക്ഷെ ഇതുവരെ നിങ്ങളിലെ ആ നന്മ കാണാനും കഴിഞ്ഞില്ല. അങ്ങനെയുള്ള നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചു. ആ വ്യക്തിക്ക് അതിനുള്ള അവസരം ലഭിച്ചു. നിങ്ങൾക്ക് തിരിച്ചും അവസരം ലഭിച്ചു. അങ്ങനെ ആരോടും കാണിക്കാത്ത, ആരോടും പറയാത്ത ഒരിഷ്ടം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം നിങ്ങളുടെ ലോകത്ത്, നിങ്ങളുടെ രണ്ടുപേരുടെയും ലോകത്ത് മാസ്റ്റർ പീസായിട്ട് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത, മറ്റാർക്കും ആകാൻ കഴിയാത്ത രണ്ട് വ്യക്തികളായിട്ട് ഈ ലോകാവസാനം വരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.